തട്ടേക്കണ്ണി ചെറിയാങ്കുന്നേൽ മോഹനനെ സുഹൃത്തിന്റെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. തട്ടേക്കണ്ണി വലിയകുന്നത്ത് ഡെൽഫിന്റെ വീട്ടുമുറ്റത്താണ് തിങ്കളാഴ്ച രാവിലെ മോഹനന്റെ മൃതദേഹം കാണപ്പെട്ടത്. മോഹനന്റെ മരണത്തിൽ സംശയം തോന്നിയ പോലീസ് ഡെൽഫിനെ തിങ്കളാഴ്ച തന്നെ കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ഡെൽഫിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തട്ടേക്കണ്ണി ചെറിയാങ്കുന്നേൽ മോഹനനെ സുഹൃത്തിന്റെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. തട്ടേക്കണ്ണി വലിയകുന്നത്ത് ഡെൽഫിന്റെ വീട്ടുമുറ്റത്താണ് തിങ്കളാഴ്ച രാവിലെ മോഹനന്റെ മൃതദേഹം കാണപ്പെട്ടത്. മോഹനന്റെ മരണത്തിൽ സംശയം തോന്നിയ പോലീസ് ഡെൽഫിനെ തിങ്കളാഴ്ച തന്നെ കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ഡെൽഫിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഡെൽഫിനും മോഹനനും ഒരുമിച്ച് ഡെൽഫിന്റെ വീട്ടിൽ മദ്യപിച്ചിരിക്കെ പ്രകോപിതനായ ഡെൽഫിൻ മോഹനനെ മുറ്റത്ത് തള്ളിയിട്ട ശേഷം കതകടച്ച് കിടന്നു. പുലർച്ചെ മോഹനൻ വീട്ടുമുറ്റത്ത് ചലനമറ്റ് കിടക്കുന്നത് കണ്ട് ഡെൽഫിന്റെ ഭാര്യ അയൽവാസികളെ വിവരമറിയിച്ചു. തുടർന്ന് നാട്ടുകാരും മോഹനന്റെ മകനും ചേർന്ന് നേര്യമംഗലം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചെങ്കിലും മരിച്ചു. ഡെൽഫിൻ സ്ഥിരം അക്രമകാരിയാണെന്നും ഇയാൾ കൊല്ലുമെന്ന് ഭയന്നാണ് ഇയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെടാത്തതെന്നും സമീപവാസികൾ പറഞ്ഞു. ഇയാളുടെ വീട്ടിൽ നിന്നും ശബ്ദം കേട്ട് അന്വേഷിക്കാൻ ചെന്നാൽ പിറ്റേന്ന് അവരുടെ വീട്ടിൽ വെട്ടുകത്തിയുമായി കയറിച്ചെന്ന് വധഭീഷണി മുഴക്കാറുണ്ട്. ഇതോടെ ഡെൽഫിന്റെ വീട്ടിൽ നിന്നും എത്ര വലിയ ബഹളം കേട്ടാലും അയൽക്കാർ ശ്രദ്ധിക്കാതായി. നിരവധി അയൽവാസികൾ ഇയാളുടെ അക്രമത്തിന് ഇരയായതായി അയൽക്കാർ പറഞ്ഞു. ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യുവിന്റെ നിർദ്ദേശപ്രകാരം കരിമണൽ പോലീസ് ഇൻസ്പെക്ടർ KS സുരേഷ് കുമാർ, SIമാരായ രാജേഷ്, ജോളി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തി. തുടർന്ന് പ്രതിയെ ഇടുക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.